ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലീസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അനോമലീസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് അറിയണം. നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്, നമ്മൾക്കറിയാം, എന്നാലും ഒന്നുകൂടി പറയാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലേസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുക. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഷെയർസ് ആവാം, ബോണ്ട്സ് ആവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം. ഓക്കെ, ഇനി ഈ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ജനറൽ എക്കണോമീനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ ആണ് സ്റ്റോക്കിൻ്റെ പ്രൈസിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അസറ്റ്സ് ബൈയും സെല്ലും ചെയ്യുന്നൊരു ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ EMH. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ EMH പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തായിരിക്കും. അതായത് എന്തൊക്കെ ഇൻഫർമേഷനാണോ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനീനെ പറ്റി അറിയാവുന്ന, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. കൂടാതെ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് അല്ലെങ്കിൽ EMH പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ റിട്ടേൺ ഏൺ ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റയും എല്ലാ ഇൻഫർമേഷനും അവിടെ അവൈലബിൾ ആണ്. മാർക്കറ്റ് അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തായിരിക്കും പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല പുതിയൊരു ഇൻഫർമേഷൻ വരുമ്പോൾ മാർക്കറ്റ് അതിനായിട്ട് ക്വിക്ക്ലി അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എല്ലാ ഡാറ്റയും അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വെച്ച് ഒരു ഇൻവെസ്റ്റർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ റിട്ടേൺ എപ്പോഴും ഏൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി ആണുള്ളത്? 3 മെയിൻ ടൈപ്പ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി ആണുള്ളത്. ഒന്ന് വീക്ക് ഫോം എഫിഷ്യൻസി. വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പാസ്റ്റ് ഡാറ്റയാണ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പാസ്റ്റ് ഡാറ്റ, ഒരു സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പ്രൈസ്, കഴിഞ്ഞ 5 വർഷത്തെ പ്രൈസ് അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തെ പ്രൈസ് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ പ്രൈസ് അല്ലെങ്കിൽ എത്ര വോള്യൂമാണ് അത് സെല്ല് ചെയ്തത് ബൈ ചെയ്ത്, നമ്മൾ പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്. അപ്പോൾ വീക്ക് ഫോം എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് പാസ്റ്റ് ഡാറ്റേനെ ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി എന്നാണ്. ഓക്കെ, അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അതായത് ഒരു കമ്പനിയുടെ P&L അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ജനറലി. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള അനാലിസിസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് എഫിഷ്യൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് സെമി സ്ട്രോങ് ഫോം എഫിഷ്യൻസി. അതായത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ സ്ട്രോങ് ഫോം എഫിഷ്യൻസി, അതായത് പബ്ലിക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ അതെല്ലാം പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഈവൻ കമ്പനിയുടെ ഇൻസൈഡേഴ്സിന് പോലും എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഒരു പെർഫെക്റ്റ് മാർക്കറ്റാണ് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് മാർക്കറ്റിന് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. അതാണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അനോമലിയുടെ ലിറ്ററൽ മീനിങ് പറയുകയാണെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സംതിങ് അൺയൂഷ്വൽ, അതായത് ഒരു സ്റ്റാൻഡേർഡിൽ നിന്നൊരു ഡീവിയേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അനോമലി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫിനാൻസിൽ ഒരു മാർക്കറ്റ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടൊരു ഡിഫറൻ്റ് ആയിട്ട് സ്റ്റോക്ക് പ്രൈസ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർക്കറ്റ് അനോമലി. അതായത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസ് പറയുന്നത് എന്താ? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റർക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ EMH പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് അനോമലി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ
മാർക്കറ്റ് അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ വേർ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഏൺ അബ്നോർമൽ റിട്ടേൺസ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ഇൻവെസ്റ്റർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫിനാൻഷ്യൽ മാർക്കറ്റ് അനോമലി എന്ന് വിളിക്കും. അതായത് EMHന് അഗൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. EMH പറയുന്നത് ഒരു ഇൻവെസ്റ്റർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാർക്കറ്റ് അനോമലി എന്ന് വിളിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് അനോമലീസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഫണ്ടമെൻ്റൽ അനോമലീസ്, രണ്ടാമത്തെ ടെക്നിക്കൽ അനോമലീസ്, മൂന്നാമത്തെ കലണ്ടർ ഓർ സീസണൽ അനോമലീസ്. ഇനി ഈ 3ഉം അറിയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഫണ്ടമെൻ്റൽ അനോമലീസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് അറിയണം. ടെക്നിക്കൽ അനോമലീസ് അറിയുന്നതിന് മുന്നേ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് അറിയണം. ഓക്കെ, കലണ്ടർ അനോമലീസ് അറിയുന്നതിന് മുന്നേ പാറ്റേൺസ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ അനോമലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തുള്ള അനാലിസിസിൻ്റെ ബേസ് ചെയ്താണ് ഫണ്ടമെൻ്റൽ അനോമലീസ് വരിക. അതുപോലെ തന്നെ പാസ്റ്റ് ഡാറ്റ അതിനെ ബേസ് ചെയ്തുള്ള ടെക്നിക്കൽ അനാലിസിസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ വരുന്ന ഇറഗുലാരിറ്റീസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനോമലീസ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം തന്നെ ഫണ്ടമെൻ്റൽ അനോമലീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫണ്ടമെൻ്റൽ അനോമലീസ് അറിയുന്നതിന് മുന്നേ നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഗ്രിയിൽ ക്ലാസ്സുകളിലും 11th-ലും 12th-ലും ഒക്കെ പഠിച്ചു പോയിരിക്കുന്ന കാര്യമാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുക. ഒരു കമ്പനിയുടെ സെയിൽസിനെ പറ്റി അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക, കമ്പനിയുടെ പ്രോഫിറ്റ്സ്, ഗ്രോസ് പ്രോഫിറ്റ് ആവട്ടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആവട്ടെ, നെറ്റ് പ്രോഫിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ അസറ്റ്സ് എത്രയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനിയുടെ ലയബിലിറ്റി എത്രയാണ്, അതിൻ്റെ ട്രൂ വാല്യൂ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. കമ്പനിയുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ അറിയുന്നതിന് വേണ്ടിയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കമ്പനിയുടെ ട്രൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂവിന് താഴെയാണെങ്കിൽ നമ്മൾ പറയും സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്. അണ്ടർ വാല്യൂ ആയ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക, അപ്പോൾ ബൈ ചെയ്യുക. ഇനി മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും മുകളിലാണ് അല്ലെങ്കിൽ എബവ് ആണെങ്കിൽ സ്റ്റോക്ക് ഓവർ വാല്യൂ ആണെന്ന് പറയും, ഓവർ വാല്യൂഡ് ആണെന്ന് പറയും, നമ്മളതിനെ സെല് ചെയ്യും. പക്ഷേ എഫിഷ്യൻ്റ് അല്ലാത്ത മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് കമ്പനീനെ മിസ്ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഫണ്ടമെൻ്റൽ അനോമലി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിന് താഴെയാണെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്, നമുക്ക് ബൈ ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിന് മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്, നമുക്ക് സെല് ചെയ്യാൻ ടൈമായി. പക്ഷേ മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് ചില സമയത്ത് കമ്പനീനെ മിസ്ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് പ്രൈസ് ബിലോ ഇൻട്രിൻസിക് വാല്യൂ ആണെങ്കിലും സ്റ്റോക്ക് ചിലപ്പോൾ പ്രോപ്പർലി വാല്യൂഡ് ആയിരിക്കും. അപ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് പോവുകയാണ്, അല്ലേ, ഇറഗുലർ ആയിട്ട് പോവുകയാണ്. അതിനെയാണ് നമ്മൾ അനോമലി എന്ന് പറയുക. അപ്പോൾ മാർക്കറ്റ് കമ്പനീനെ മിസ്ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെൻ്റൽ അനോമലി എന്ന് വിളിക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ അനോമലി. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ അനോമലിയുടെ ഒരു എക്സാമ്പിളാണ്. പല ടൈപ്പ് ഓഫ് അനോമലീസ് ഉണ്ടാവും, അതിൽ ഒരു എക്സാമ്പിളാണ് ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ അനോമലി. എന്താണ് ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാണ്. എന്തിൻ്റെ? ഇക്വിറ്റി ഷെയർസിൻ്റെ. ഓക്കെ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ബുക്സിൽ എത്രയാണോ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാല്യൂ അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുക. ബുക്സ് എന്ന് പറയുമ്പോൾ P&L ആവാം, ബാലൻസ് ഷീറ്റ് ആവാം, വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാല്യൂ, കമ്പനിയുടെ ബുക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുക. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പ്രൈസ്, കറൻറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വാല്യൂ മീൻസ് ഷെയർ പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്, അതായത് കറൻറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോനെയാണ് എന്ത് പറയുക? ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ. ഇവിടെ ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോൻ്റെ അല്ലെങ്കിൽ BN റേഷ്യോൻ്റെ ഒരു ഫോർമുല വന്നിട്ടുണ്ട്. ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി ഹൈ BN റേഷ്യോ ആണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്സ് ചീപ്പായിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിരിക്കാം, കമ്പനി അത്ര പോപ്പുലർ അല്ലായിരിക്കാം, ചെറിയ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ്സർ നോൺ കമ്പനി ആയിരിക്കാം. ഇത് ചില സമയത്ത് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ BM റേഷ്യോ ഹൈ ആണെങ്കിൽ കമ്പനി മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി കമ്പനിക്ക് ലോ BM റേഷ്യോ ആണെങ്കിൽ ചിലപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കമ്പനി ആയിരിക്കും, പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കും, റിലയൻസ് പോലത്തെ അല്ലെങ്കിൽ ടാറ്റയുടെ പോലത്തെ എക്സ്പെൻസീവ് ആയിരിക്കാം, നോർമലി അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് ചില സമയത്ത് ഫേമസ് കമ്പനീസിനെ ഓവർ വാല്യൂ ചെയ്യാനും ലെസ്സർ നോൺ കമ്പനീസിനെ അണ്ടർ വാല്യൂ ചെയ്യാനും
ചെയ്യാറുണ്ട്. ഇത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസിൻ്റെ ക്ലിയർ വയലേഷനാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെൻ്റൽ അനോമലി അല്ലെങ്കിൽ ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ അനോമലി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ടെക്നിക്കൽ അനോമലീസ്. ടെക്നിക്കൽ അനോമലീസ് അറിയുന്നതിന് മുന്നേ നമ്മൾക്ക് അറിയേണ്ട കാര്യമാണ് എന്താണ് ടെക്നിക്കൽ അനാലിസിസ്. വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പാസ്റ്റ് പ്രൈസിനെയും പാസ്റ്റ് ഡാറ്റ വോളിയത്തിനെയും ബേസ് ചെയ്ത് ഫ്യൂച്ചറിലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുക. അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഒരു ഷെയറിൻ്റെ പാസ്റ്റ് പ്രൈസ് ഒരു 5 മാസത്തെയോ 5 വർഷത്തെയോ 10 വർഷത്തെയോ ഒക്കെ പാസ്റ്റ് പ്രൈസിനെ പറ്റി സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഫ്യൂച്ചറിലെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിലെ പ്രൈസ് മൂവ്മെൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്ത് നടത്തുന്ന അനാലിസിസിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുക. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻഡിൽ ചാർട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഷെയർ മാർക്കറ്റിൻ്റെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു തവണ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡിൽ ചാർട്ടൊക്കെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിലാണ് ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്, പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് മൂവിങ് ആവറേജ്, റെസിസ്റ്റൻസ്, സപ്പോർട്ട് ലെവൽ എന്നൊക്കെ പറയുന്ന ടേംസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസിലാണ്. ഇനി എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസിൽ അല്ലെങ്കിൽ EMH പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പാസ്റ്റ് ഡാറ്റ ഹെൽപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പാസ്റ്റ് ഡാറ്റ കൊണ്ട് യൂസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ പാറ്റേൺസിന് അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയ്ക്ക് ഫ്യൂച്ചർ പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് എന്ത് വിളിക്കുക? ടെക്നിക്കൽ അനോമലി. അതായത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോസിസിന് അഗൻസ്റ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങളെയാണ് അനോമലി എന്ന് വിളിക്കുക. അപ്പോൾ പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്ത് ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെക്നിക്കൽ അനോമലി എന്നാണ് വിളിക്കുക. അതായത് ഫുള്ളി എഫിഷ്യൻ്റ് അല്ലാത്ത മാർക്കറ്റ് ആയതുകൊണ്ടാണ് അവിടെ ടെക്നിക്കൽ അനോമലീസ് വരുന്നത്. ഇനി മൂവിങ് ആവറേജ് സ്ട്രാറ്റജിയാണ് ടെക്നിക്കൽ അനോമലിക്ക് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. 2 ടൈപ്പ് മൂവിങ് ആവറേജ് ഉണ്ട്, ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് ആൻഡ് ലോങ് ടൈം മൂവിങ് ആവറേജ്. എന്താണ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പാസ്റ്റ് പ്രൈസസിൻ്റെ ഒരു ആവറേജ്, അതൊരു 10 ദിവസത്തെയോ 5 ദിവസത്തെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് എന്ന് പറയാം. കുറച്ച് ദിവസത്തെ പ്രൈസ്, അത് ലാസ്റ്റ് 5 ദിവസത്തെ പ്രൈസിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഓക്കെ ലാസ്റ്റ് 5 ദിവസത്തെ ആവറേജ് ഇത്രയാണ്, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം അടുത്ത ദിവസങ്ങളിലും പോകാൻ സാധ്യത എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ലോങ് ടൈം മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസത്തെയോ 200 ദിവസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ 2 വർഷത്തെയോ ഒക്കെ പ്രൈസിൻ്റെ ആവറേജ് എടുത്ത് നമ്മളതിനെ ഇത് ചെയ്യുകയാണെങ്കിൽ അതിനെ ലോങ് ടൈം മൂവിങ് ആവറേജ് എന്ന് പറയും. ഓക്കെ, ഇനി ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് ലോങ് ടൈം മൂവിങ് ആവറേജിനേക്കാൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രെൻഡ് അപ്വേർഡ് ആണെങ്കിൽ അത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ അസറ്റ് വാങ്ങിക്കാൻ ബൈ ചെയ്യാനുള്ളൊരു സിഗ്നലാണ്. അതേപോലെ ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് അല്ലെങ്കിൽ SMA LMAക്ക് താഴെ പോവുകയാണ്, ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സെൽ ചെയ്യാനുള്ള ഒരു സിഗ്നലാണ്. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി അബ്നോർമൽ റിട്ടേൺ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഇൻവെസ്റ്ററിനെ സഹായിക്കും. ഇതെന്തുകൊണ്ടാണ്? മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ അനോമലീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനോമലീസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു അബ്നോർമൽ റിട്ടേൺ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് അവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത അനോമലി എന്ന് പറയുന്നത് കലണ്ടർ അനോമലീസ് ഓർ സീസണൽ അനോമലീസ്. കലണ്ടർ അനോമലീസ് എന്ന് വിളിക്കും, സീസണൽ അനോമലീസ് എന്ന് വിളിക്കും. ഇത് ഒരു പെർട്ടിക്കുലർ ഡേയിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വീക്കിലോ അല്ലെങ്കിൽ ഒരു മന്തിലോ ഇയറിലോ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാകുന്ന സ്റ്റോക്കിലുണ്ടാകുന്ന ഒരു റിപ്പീറ്റഡ് പാറ്റേണിനെ ബേസ് ചെയ്താണ് ഇത് വരുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ ഈ ഒരു അനോമലീസ് ഉണ്ടാവില്ല, മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അതായത് മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയിരിക്കില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തീസിസ് പറയുന്ന മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെന്നാണെങ്കിലും നോർമലി മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് അനോമലീസ് ഉണ്ടാവും. അനോമലീസ് ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും? എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലണ്ടർ അനോമലീസ് അല്ലെങ്കിൽ സീസണൽ അനോമലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ജനുവരി എഫക്റ്റ് അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ഇയർ എഫക്റ്റ്. അതായത് ജനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ഇയർ ടേൺ ചെയ്യണം കലണ്ടറിൽ അല്ലേ. അപ്പോൾ ജനുവരിയിൽ സ്റ്റോക്ക് പ്രൈസ് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതായത് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ്. എന്തുകൊണ്ടാണ്? ഇൻവെസ്റ്റേഴ്സ് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി ഡിസംബറിൽ സെൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ ജനുവരിയിൽ കൂടുതൽ പർച്ചേസ് വരും അല്ലെങ്കിൽ ഡിമാൻഡ് വരും, അതുകൊണ്ട് തന്നെ പ്രൈസ് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനുവരി എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ഇയർ എഫക്റ്റ്. അതുപോലെ തന്നെ ഡേ ഓഫ് ദ വീക്ക് ഓർ വീക്കെൻഡ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അതിൽ 2 ടൈപ്പ് എഫക്റ്റ് ഉണ്ട്, മൺഡേ എഫക്റ്റ് ആൻഡ് ഫ്രൈഡേ എഫക്റ്റ്. മൺഡേസിൽ നോർമലി പ്രൈസസ് ഫാൾ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കാം. അതുപോലെ ഫ്രൈഡേസിൽ അപ്വേർഡ് ട്രെൻഡ് കാണിക്കാറുണ്ട്.
എഫിഷ്യൻറ്റ് മാർക്കറ്റ് അല്ലാത്തതുകൊണ്ടാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ അനോമലീസ് വരുന്നത് മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഇനി മൺഡേയ്സിൽ എന്തുകൊണ്ടാണ് ഫാൾ വരാൻ അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് വരാൻ ചാൻസസ്? അതായത് ഒരു ഫ്രൈഡേ വീക്കെൻഡിൽ ഒരു ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? അടുത്ത മാർക്കറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് വർക്കിംഗ് ഡേയിലാണ്. ഫ്രൈഡേയ്സിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൺഡേയ്സിലാണ്. അപ്പോൾ ഫ്രൈഡേയിൽ എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? മൺഡേനെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൈഡേയ്സിൽ പ്രൈസ് റൈസ് ചെയ്യാൻ കാരണം എന്താ? അതായത് വീക്കെൻഡ് ആവുകയാണ്, അപ്പോൾ ഒരു ഒപ്റ്റിമിസം ഉണ്ടാകും, എല്ലാവരും ജനറലി ഹാപ്പി ആയിരിക്കും. ആ ഒരു ഒപ്റ്റിമിസം, വീക്കെൻഡിൽ വരുന്ന ഒപ്റ്റിമിസം കാരണം ഫ്രൈഡേയ്സിൽ പ്രൈസ് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കലണ്ടർ അല്ലെങ്കിൽ സീസണൽ അനോമലീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്ത ടേൺ ഓഫ് ദ മന്ത് എഫക്റ്റ്. ഒരു പുതിയ മാസം വരികയാണ്. അപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ നവംബറാണ്, നവംബർ എൻഡ് വരുമ്പോൾ ഡിസംബർ ആവുകയാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് പുതിയ മാസം വരികയാണ്. അപ്പോൾ ഇത്തിരിയും കൂടി ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, ഒരു പുതിയ മാസം വരുന്നു. മാത്രമല്ല പുതിയ മാസം വരുമ്പോൾ എന്താ, ഫസ്റ്റ് ഡേ സാലറി കിട്ടും, പെൻഷൻ കിട്ടും. അപ്പോൾ പൈസ ആളുകളുടെ കയ്യിൽ വരും അല്ലേ? പൈസ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ വരുമ്പോൾ അവരത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയൊരു മാസം വരുമ്പോൾ അല്ലെങ്കിൽ ടേൺ ഓഫ് ദ മന്ത് വരുമ്പോൾ പ്രൈസസ് ഷാർപ്പ്ലി റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഹോളിഡേ ഇഫക്റ്റ്. ടേൺ ഓഫ് ദ മന്ത് അല്ലെങ്കിൽ പുതിയ മാസത്തിൻ്റെ എഫക്റ്റ് പോലെ തന്നെ ഹോളിഡേ എഫക്റ്റും ഒരു പ്രൈസ് റൈസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഹോളിഡേ വരുന്നതിന് മുന്നേ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആണ്. മാത്രമല്ല ഷോർട്ട് സെല്ലേഴ്സ് എല്ലാവരുടെ പൊസിഷൻ ക്ലോസ് ചെയ്ത് പ്രൈസ് ക്ലിയർ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഹോളിഡേ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കലണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീസണൽ ഇഫക്റ്റ് അനോമലി എന്ന് പറയുന്നത് സൈസ് ഇഫക്റ്റാണ്. സ്മോൾ കമ്പനീസ് കൂടുതൽ റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട് ബിഗർ കമ്പനീസിനേക്കാളും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ കമ്പനീസിനെ ഇൻവെസ്റ്റേഴ്സ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, ഇഗ്നോർ ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ അധികം പ്രോഫിറ്റ് തരില്ല, അധികം റിട്ടേൺ തരില്ല എന്നുള്ള. പക്ഷേ അവർ അധികം റിട്ടേൺ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈ റിസ്ക് മേ മീൻ ഹയർ റിട്ടേൺ. അതുകൊണ്ട് തന്നെ സ്മോൾ കമ്പനീസിന് കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് സൈസ് എഫക്റ്റ് എന്ന് പറയും. ഇനി മൊമെൻറ്റം ഓർ മാർക്കറ്റ് ഓവർ റിയാക്ഷൻ ഇഫക്റ്റ്. എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ഓഫ് പാസ്റ്റ് ട്രെൻഡ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് മൊമെൻറ്റം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, കുറച്ച് മാസങ്ങളായിട്ട് അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്ക് വീണ്ടും കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 2-3 മാസത്തേക്ക് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യും, അപ്വേർഡ് ട്രെൻഡ് കീപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കുന്നതാണെങ്കിൽ ഡൗൺവേർഡ് പൊസിഷനിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. അതിനെയാണ് മാർക്കറ്റ് ഓവർ റിയാക്ഷൻ എഫക്റ്റ് അല്ലെങ്കിൽ മൊമെൻറ്റം എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ 3 ടൈപ്പ് ഓഫ് മൊമെൻറ്റം എഫക്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ഷോർട്ട് ടേം റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കുന്ന ഒരു കമ്പനി ക്വിക്ക്ലി റീബൗണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ലോസ് നിർത്തി അപ്വേർഡ് ട്രെൻഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ഷോർട്ട് ടേം റിവേഴ്സൽ എന്ന് പറയുക. റിവേഴ്സ് ചെയ്യണം, ഡൗൺവേർഡ് ട്രെൻഡ് ആയിരുന്നത് റിവേഴ്സ് ചെയ്ത് അപ്വേർഡ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിനെയാണ് ഷോർട്ട് ടേം റിവേഴ്സൽ എന്ന് പറയുക. രണ്ടാമത്തെ മൊമെൻറ്റം എഫക്റ്റ് എന്ന് പറയുന്നത് മീഡിയം ടേം കണ്ടിന്യൂഷൻ ആണ്. അതായത് അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്ന കമ്പനി മീഡിയം ടൈം കുറച്ച് കാലത്തേക്ക് അതേ ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്യും, അതായത് അപ്വേർഡ് ട്രെൻഡ് തന്നെ കാണിക്കും. ഓക്കെ, അതിനെയാണ് മൊമെൻറ്റം എഫക്റ്റിൽ മീഡിയം ടൈം കണ്ടിന്യൂഷൻ എന്ന് പറയുക. ഓക്കെ, മൂന്നാമത്തത് ലോങ് ടേം റിവേഴ്സൽ. അതായത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവഞ്ച്വലി ഫാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഡൗൺവേർഡ് അവരുടെ പ്രൈസസ് ഡിക്ലൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ലോങ് ടേം റിവേഴ്സൽ. അതായത് അപ്വേർഡ് പോയിക്കൊണ്ടിരുന്ന കമ്പനികളുടെ ഷെയർസ് റിവേഴ്സ് ചെയ്ത് ഡൗൺവേർഡ് ഡിക്ലൈനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ്? ഇൻവെസ്റ്റേഴ്സ് ന്യൂസുകൾ, ചെറിയ ന്യൂസുകൾക്കായാലും ഓവർ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് മാസസിനെ ഫോളോ ചെയ്യും, അതായത് ഫോളോ ദ ഹേർഡ് എന്ന് പറയും. അതായത് ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളും അതേ ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, റിലയൻസിൻ്റെ സ്റ്റോക്ക് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത ആൾ കേൾക്കും, അടുത്ത ആളുടെ അടുത്ത് പറയും, അങ്ങനെ ആ ഒരു ന്യൂസ് പരന്നു. ഓക്കെ, അപ്പോൾ ഓവർ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റം എഫക്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം റിവേഴ്സലൊക്കെ സാധിക്കാം. ഓക്കെ, ഇതൊക്കെ ബിഹേവിയറൽ ബയസിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് അനോമലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.